Hi everyone. In the previous class, we have come across the introduction to C++ program. So in this class, we will be going to study the structure of a C++ program. So when a programmer write a C++ program, there is an order of writing the program that is explicitly known as structure of the C++ program. Today we will be studying what is a structure and how to write a program. You can see the first point in this slide. Simple and basic C++ program to print hello world and its structure in parts with details and uses. So this is a simple program to print hello world as output. So here you can see you have a small piece of code here, and the process of this code is that during the compilation and after the execution, you can get the output as hello world. So for this, there is an order for this type of C++ program. The first one you can see is a hash include iostream dot h is the extension. It is not mentioned here. You can just write iostream or iostream.h. Basically, it shows the header files like that. This particular sentence is known as a preprocessor directive. This is basically a message that is given to the C++ preprocessor. ഈ C++ എന്ന് പറയുന്നത് നമുക്കൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. C++ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് അതിൻ്റെ കമ്പൈലേഴ്സും അവൈലബിൾ ആണ്. അത് കൂടാണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വി ക്യാൻ റൺ ദിസ് പ്രോഗ്രാം ഇൻ ദാറ്റ് സോഫ്റ്റ്വെയർ. So when you are compiling or when you are going to execute, that is the message is given to this C++ preprocessor. Preprocessor means before processing something is going to be happen. So that messages will be given to the particular C++ preprocessor. This hash include iostream is called the preprocessor directive. You can see it is mentioned as hash include iostream, which tells that the preprocessor to include the contents of the file iostream, which includes input output operations such as printing on the screen. So basic or C++ program തുടങ്ങുമ്പം ഇതായിരിക്കണം ഫസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പീസ് ഓഫ് കോഡ് ഇതായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ iostream എന്ന വേർഡ് ഉദ്ദേശിക്കുന്ന തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. ദാറ്റ് ഈസ് ഇറ്റ് പെർഫോംസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. നമുക്ക് വേണ്ടത് ഹലോ വേൾഡ് എന്നുള്ള ആ സെൻറ്റൻസ് പ്രിൻ്റ് ചെയ്യാണ് വേണ്ടത്. സോ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം വെച്ചിട്ട് വി ക്യാൻ ഗോ ദിസ് ഫോർ പ്രിൻറ്റിംഗ് ടു ദ സ്ക്രീൻ. നെക്സ്റ്റ് വി സി what is namespace std. You can see using namespace std. ഇതെന്ന് പറയുന്നത് ഇത് എപ്പോഴും കൊടുക്കണം എന്നില്ല, ഇത് ഓപ്ഷണൽ ആണ്. ബട്ട് യൂഷ്വലി ദ പ്രോഗ്രാം is included with namespace std. So it is basically used to tell the compiler to use the standard namespace. ഈ namespace എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ പുതിയ ടേംസ് ഓൾറെഡി defined ആയിട്ടുള്ള ടേംസിനെയാണ് വി സേ ഇറ്റ് ആസ് കീവേഡ്സ്, ആൻഡ് യൂസേഴ്സ് കൊടുക്കുന്ന ടേംസിനെയാണ് വി സേ ഇറ്റ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. ആ സെക്ഷൻ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അതുകൊണ്ട് തന്നെ ഈ ഐഡൻറ്റിഫയേഴ്സ് പോലത്തുള്ള സാധനങ്ങൾ, അതായത് യൂസേഴ്സ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് യു ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് ദാറ്റ് ഈസ് യൂസിങ് നെയിംസ്പേസ് std. So it is also, you can mention the identifiers used as class, object and variables. ഇവിടെ സി ഔട്ട് ഹലോ വേൾഡ് എന്നുള്ള കാര്യങ്ങൾ, ദെൻ റിട്ടേൺ 0, ഇനി അതല്ല നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേംസ് ദേ ആർ കോൾഡ് ദി ഐഡൻറ്റിഫയേഴ്സ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യു യൂസ് ദിസ് പീസ് ഓഫ് കോഡ് ദാറ്റ് ഈസ് യൂസിങ് നെയിംസ്പേസ് std. നെക്സ്റ്റ് യു ഹാവ് ഇൻറ്റ് മെയിൻ. മെയിൻ എന്ന് പറയുന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഏറ്റവും കോർ പാർട്ട്, ഒരു C++ പ്രോഗ്രാമിൻ്റെ ഒരു കോർ പാർട്ടാണ് ദിസ് മെയിൻ. ദാറ്റ് ഈസ് ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ. ആ മേലത്തെ രണ്ട് പീസ് ഓഫ് കോഡും വേണം, ബട്ട് ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട് അറ്റ് ദിസ് പോയിന്റ്. ഇവിടെ നിന്ന് ബ്രാക്കറ്റ് തുറന്നിട്ട് പിന്നെയുള്ള കാര്യങ്ങളാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ എപ്പോഴും എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ. മെയിനിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്. ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീജർ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ റിട്ടേൺ സം വാല്യൂ. ഇൻറ്റ് അല്ലാണ്ട് വോയിഡും കൊടുക്കാം. വോയിഡ് കൊടുത്താൽ വോയിഡ് മീൻസ് നത്തിങ്, സോ ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. ഇൻറ്റ് മീൻസ് ഇറ്റ് വിൽ റിട്ടേൺ സംതിങ്. അപ്പോൾ ഇൻറ്റ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ 0 കൊടുക്കും. റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ ഈ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ റിട്ടേൺ 0. റിട്ടേൺ 1 കൊടുത്താൽ ഇറ്റ് വിൽ റിട്ടേൺ 1. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻറ്റീജർ നമ്മൾ കീവേഡ് ഇവിടെ മെയിനിന് മുമ്പേ ഇൻറ്റീജർ യൂസ് ചെയ്യുമ്പോൾ
you should use this return 0. അതൊരിക്കലും മറക്കരുത്, അത് കൊടുത്തില്ലെങ്കിൽ എറർ വരും. So you can have this as one or more functions called as main. ഇങ്ങനെ മെയിൻ കഴിഞ്ഞിട്ട് 2 ബ്രാക്കറ്റ് ഇടുമ്പോൾ this is called a function. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനാണ് വി യൂസ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ മാത്രം നമുക്ക് കോൾ ചെയ്യാം, ഒരു ഫംഗ്ഷൻ നമുക്ക് എഴുതാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ കുറേ കോഡ് ഉണ്ടാവാം. സോ ഏറ്റവും വലിയൊരു ഫംഗ്ഷനാണ് മെയിൻ. ഈ പാരാന്തസിസ് യൂസ് ചെയ്തിരിക്കുന്നത് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ആൻഡ് ഓൾസോ ഐ ഹാവ് സെഡ് ദ what is the application of giving this int? Int means it can return some value. റിട്ടേൺ 0 ആവണം തന്നെയില്ല, എന്തും റിട്ടേൺ ചെയ്യാം. ലൈക്ക് റിട്ടേൺ എ, റിട്ടേൺ ബി, അങ്ങനെയൊക്കെ. എയും ബിയും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ റിട്ടേൺ എ ബി. ഇവിടെ എയും ബി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, സോ യു ക്യാൻ ജസ്റ്റ് റിട്ടേൺ 0. നെക്സ്റ്റ് യു ഹാവ് ദെൻ ഫോർ എ ഫംഗ്ഷൻ യു ഷുഡ് ഓപ്പൺ എ ബ്രാക്കറ്റ്. ആഫ്റ്റർ ദ കോഡ് യു ഷുഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്. അത് മാൻഡറ്ററി ആണ്. എപ്പോഴും ഒരു ബ്രാക്കറ്റ് തുറന്നാൽ ഒരു ബ്രാക്കറ്റ് എന്തായാലും ക്ലോസ് ചെയ്യണം, എന്നാലേ അത് കമ്പൈലേഷൻ എററിലാണ്ട് പോകുള്ളൂ. You can see the statement cout and 2 symbols and then hello world. Cout എന്ന് പറയുന്നത് നമുക്ക് hello world പ്രിന്റ് ചെയ്യാൻ, ദാറ്റ് cout is used for printing. അതേപോലെ യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാൻ യു ക്യാൻ യൂസ് cin. സോ അവിടെ വരുമ്പം ഈ പർട്ടിക്കുലർ സിമ്പിൾ മാറും, അത് ഗ്രേറ്റർ ദാൻ ആവും. ഇവിടെ ലെസ് ദാൻ ആണ് cout വരുമ്പം, cin വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ആണ്. So it is used to print the strings of characters that is contained between this particular quotation marks. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഹലോ വേൾഡ് ഇൻ ദ പ്രിന്റ് സ്ക്രീൻ. അതുപോലെ തന്നെ സ്ട്രിങ് കഴിഞ്ഞ് കൊട്ടേഷൻ ക്ലോസ് ചെയ്തിട്ട് യു ഷുഡ് പുട്ട് സെമി കോളൻ. എപ്പോഴും സെൻറ്റൻസിന് ഒരു പ്രോഗ്രാം കോഡ് തീരുമ്പോൾ യു ഷുഡ് പുട്ട് സെമി കോളൻ. സെമി കോളൻ ഇസ് കോൾഡ് ആസ് എ ഡീലിമിറ്റർ. അങ്ങനെ ആകുമ്പോഴേ അത് സ്റ്റേറ്റ്മെൻ്റ് ആവുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിന് കൊടുക്കണ്ട, ഫസ്റ്റ് പ്രോഗ്രാം കോഡിനും കൊടുക്കണ്ട, അതുപോലെ ഫംഗ്ഷൻ തുടങ്ങുമ്പോഴും സെമി കോളൻ കൊടുക്കണ്ട. ബട്ട് യു ക്യാൻ സീ യൂസിങ് നെയിം സ്പേസ് std അവിടെ സെമി കോളൻ കൊടുത്തിട്ടുണ്ട്, coutലും കൊടുത്തിട്ടുണ്ട്, ആൻഡ് റിട്ടേൺ 0ലും കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഓരോ പീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ വെൻ യു എൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് യു ഷുഡ് പ്രൊവൈഡ് എ സെമി കോളൻ. All statements should end with semicolon. Then you have the last sentence, that is return 0. Since we are using integer function, we should return something. Void cannot return anything. Int can return. Intന് പകരം ഫ്ലോട്ടും കൊടുക്കാം. ഫ്ലോട്ട് മീൻസ് ഫ്ലോട്ടിംഗ് പോയിന്റ്. അതായത് 4.3 ഒരു ഡെസിമൽ പോയിന്റ് വരുന്നതാണ്. യു ക്യാൻ സേ ഇറ്റ് ആസ് ഫ്ലോട്ട്. സോ ദിസ് ഈസ് എ വേ ടു എക്സിറ്റ് എ ഫംഗ്ഷൻ ഫ്രം another function. So here something is carried upon. അതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാനാണ് നമ്മൾ റിട്ടേൺ 0 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാം നോർമലി ടെർമിനൽ ആയി എന്ന് കാണിക്കാനാണ് വി യൂസ് ദിസ് റിട്ടേൺ 0. സോ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനൊക്കെ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്, നിങ്ങൾ അത് വായിച്ച് നോക്കിയാൽ മതി. This is the structure. You should include the first files, then you should have the class declaration, you have the member function definition, you have the main function program. സാധാരണ ഒരു C++ പ്രോഗ്രാം സ്ട്രക്ചർ ഇതാണ്. നമ്മളിപ്പോൾ കണ്ട ഹലോ വേൾഡിന് ഇൻക്ലൂഡ് ഫയൽസും മെയിൻ ഫംഗ്ഷൻ പ്രോഗ്രാമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ചും കൂടി ഡീപ്പായിട്ട് പ്രോഗ്രാമിങ്ങിലും പോകുമ്പോഴാണ് യു വിൽ നോ വാട്ട് ഇസ് ദിസ് ക്ലാസ് ആൻഡ് വാട്ട് ഇസ് ദിസ് മെമ്പർ ഫംഗ്ഷൻസ്. ബേസിക്കലി ഉള്ളത് ഇൻക്ലൂഡ് ഫയൽസ് മെയിൻ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ കണ്ട ഹലോ വേൾഡ് പ്രോഗ്രാമിന് യു ഹാവ് ഇൻക്ലൂഡ് ഫയൽസ് ആൻഡ് മെയിൻ ഫംഗ്ഷൻ. പക്ഷേ ഇനി നെക്സ്റ്റ് മോഡ്യൂൾസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ക്ലാസ് വെച്ചിട്ട് പ്രോഗ്രാം എഴുതാൻ തുടങ്ങും. ആ ടൈം യു വിൽ ബി ഹാവിങ് ക്ലാസ് ഡിക്ലറേഷൻ ആൻഡ് മെമ്പർ ഫംഗ്ഷൻ. ക്ലാസ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലാസ്. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിളൊക്കെ വരുമ്പം അതൊക്കെ ഒബ്ജക്ട്സ് ആണ്. സോ അതിന് ഒബ്ജക്ട്സിനെല്ലാം കമ്പൈൻ ചെയ്ത് വെക്കുന്നതിനാണ് വി സേ ഇറ്റ് ആസ് എ ക്ലാസ്. മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരെ എല്ലാം ആ ക്ലാസ്സിലെ ഒബ്ജക്ട്സിനെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് മെമ്പർ ഫംഗ്ഷൻസ്. അതിനെയാണ് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. So hence this is the basic structure of a C++ program. You should, when this question is asked for university, you should write the explanation and you should provide with this figure. Then only you can score good marks. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ സ്ലൈഡ് വൈസുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല. ലൈബ്രറീസ് എന്താണ്? ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മളെ IO സ്ട്രീം ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതും അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ദെൻ യു ഹാവ് ഇൻക്ലൂഡിങ് ഫയൽസ്, അതാണ് ഹാഷ് ഇൻക്ലൂഡ് ലൈബ്രറി. ദെൻ ഹാഷ് ഇൻക്ലൂഡ് ഇങ്ങനെ ബ്രേസസിലും കൊടുക്കാം, അതല്ലാണ്ട് ഇത് കോളനിട്ടും കൊടുക്കാം. ദാറ്റ് ഈസ് എ പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ് ദാറ്റ് ഈസ് മെൻഷൻഡ്. ആൻഡ് ദെൻ യു ഹാവ് ദ യൂസർ ലൈബ്രറീസ്. എങ്ങനെ ഹെഡർ ഫയൽസ് ഉള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിൽ കൊടുക്കാം.
Then you have name spaces. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതാണ് ഞാൻ സ്ലൈഡ് സ്കിപ്പ് ചെയ്ത് വിടുന്നത്. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി വെച്ചത്, കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ കിട്ടുന്ന രീതിയിൽ വെച്ചത്. Then you have the main function. മെയിൻ ഫംഗ്ഷനിൽ തന്നെ ബ്രാക്കറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. Then about the brackets, whenever you open one bracket, you should close the bracket also. Then how will be the output? ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്നായിരിക്കും. അപ്പോൾ ആ ഔട്ട്പുട്ട് ഇത് ബോൾഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Then you have semicolon. സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ് ചെയ്യുമ്പം സെമിക്കോളൻസ് ഇടണം. സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ അത് എറർ വരും. Then as I already said, return statement, integer ആണെങ്കിൽ you can return, floating ആണെങ്കിൽ you can return, void ആണെങ്കിൽ return ചെയ്യാൻ പറ്റത്തില്ല. Okay. Next we move on to comments in C++. കമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സിക്യൂഷൻ ചെയ്യാത്ത കാര്യങ്ങളാണ് കമൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം കോഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് എനിത്തിങ് ഇൻ ദാറ്റ് പ്രൊവൈഡ് ഇറ്റ് ഷുഡ് ബി എ കമൻറ്റ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു കമൻറ്റ് എഴുതാണ്, ദിസ് ഈസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് നമ്പേഴ്സ് എന്നുള്ളൊരു കമൻറ്റ് പോലെ എഴുതുകയാണെങ്കിൽ ദാറ്റ് കമൻറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. സോ യു ക്യാൻ റൈറ്റ് ദ കമൻറ്റ് ബിറ്റ്വീൻ ദിസ് എ ഹൈഫൺ ആൻഡ് എ സ്റ്റാർ, a slash and a star and a star and a slash if there is multiple line, and if it is in a single line you can have 2 slashes. So അങ്ങനെയാണ് കമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ പ്രോഗ്രാം ഒന്നും അറിയാത്ത ഒരാളൊരു കോഡ് വായിക്കുമ്പം ആ കമൻറ്റ് വായിച്ച് നമുക്ക് പോയാൽ ഇറ്റ് ഇംപ്രൂവ്സ് ദ പ്രോഗ്രാം റീഡബിലിറ്റി ആൻഡ് ഡു നോട്ട് കോസ് ദ കമ്പ്യൂട്ടർ ടു പെർഫോം എനി ആക്ഷൻ. അതിനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മൾട്ടി ലൈൻ കമൻസും ഉണ്ട്, സിംഗിൾ ലൈൻ കമൻസും ഉണ്ട്. നമുക്ക് ഓരോ കോഡ് എന്തിനാണ്, ഇപ്പം ഇഫ് യു ആർ യൂസിങ് ഇൻറ്റ് മെയിൻ യു ക്യാൻ റൈറ്റ് ദ കമൻറ്റ് ദിസ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ, ദെൻ സി ഔട്ട് ഹലോ വേൾഡ്, യു ആർ പ്രിൻറ്റിങ് സംതിങ്. അങ്ങനെ കമൻറ്റ്സ് നമുക്ക് ആ കോഡിൻ്റെ സൈഡിൽ തന്നെ എഴുതാം, പ്രൊവൈഡഡ് ഇറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ് ബൈ ദ കമ്പൈലർ. അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ യു ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. See, this is the program we have already come across, hello world program. You can see a multi-line comment here, program for printing hello world. It is given in slash star star slash. അതിൻ്റെ ഉള്ളിൽ 2 ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. That's why it is called a multi-line comment. And here also you have 2 slash and then prints hello world. So this is a single line comment. അപ്പോൾ ഈ കമൻറ്റും ഈ മേലെയുള്ള കമൻറ്റും എക്സിക്യൂട്ട് ആവില്ല. Only in the screen you can see only this particular hello world. Then you have the next section, that is character set in C++. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിൽ ആൽഫബറ്റ്സും വരും, വൈറ്റ് സ്പേസസും വരും, പിന്നെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സിമ്പിൾസ് ലൈക്ക് പിന്നെ ഡിജിറ്റ്സ് വരാം, സ്പെഷ്യൽ സിമ്പിൾസ് വരാം. അപ്പോൾ ഈ ക്യാരക്ടർ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ട് ആർ ഓൾ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദ സിമ്പിൾസ് ദാറ്റ് എ C++ പ്രോഗ്രാം ക്യാൻ ആക്സെപ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ വരെ സിസ്റ്റത്തിന് മനസ്സിലാവും. ബട്ട് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ലൈക്ക് വെൻ വി ആർ ഡീലിംഗ് വിത്ത് സം ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ ഏറ്റവും കൺസേൺ ആയിട്ട് കൊടുക്കേണ്ടത് വി ഷുഡ് ഫൈൻഡ് ഹൗ ദിസ് അണ്ടർസ്കോർ, ഹൈഫൺ, പിന്നെ സ്ലാഷ്, ബാക്ക് സ്ലാഷ് ഒക്കെ കൊടുക്കുമ്പം എങ്ങനെയാണ് അത് സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. സോ ദർ ആർ മെയിൻലി 4 categories in the character set. So the first one is alphabets. Alphabets normally that is English alphabet, you know, from A to Z. You have capital letters and small letters. So hence the C language എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ C++ഉം. So you can take it as different meaning for small and upper case letter. ഇപ്പോൾ ആപ്പിൾ തന്നെ മൊത്തം ക്യാപിറ്റൽ എഴുതിയാലും ആപ്പിൾ തന്നെ ഫുൾ സ്മോൾ എഴുതിയാലും രണ്ട് കാര്യങ്ങളായിട്ടാണ് എടുക്കുക. ദെൻ ഡിജിറ്റ്സ് നോർമൽ നമ്മുടെ ന്യൂമറിക് ഡിജിറ്റ് 0 to 9. അപ്പോൾ ഈ ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് കോൺസ്റ്റൻസ് പറയാം. ദെൻ യു ക്യാൻ യൂസ് ന്യൂമറിക് ഡാറ്റ, അതിനെ നമുക്ക് C++ ടോക്കൺ ആയിട്ട് അസൈൻ ചെയ്യാം. അപ്പോൾ ഈ കോൺസ്റ്റൻസ് ടോക്കൺസ് ഒക്കെ നിങ്ങളുടെ സിലബസിൽ നെക്സ്റ്റ് സെക്ഷനിലാണ് ഉള്ളത്. സോ ഞാൻ സിലബസിൻ്റെ ഓർഡറിൽ പോകുന്നതുകൊണ്ടാണ് ന്യൂമറിക് കോൺസ്റ്റൻസും കോൺസ്റ്റൻസ് വെച്ചാൽ എന്താണ്, വിച്ച് ഡസ് നോട്ട് ചേഞ്ച് എനി വാല്യൂ, അതിൻ്റെ അപ്ഡേഷൻ നടക്കില്ല, അതാണ് കോൺസ്റ്റൻറ്റ്. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ C++ൽ ഡിഫൈൻ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്, അത് ഫണ്ടമെൻ്റൽ ആണ്, ഇറ്റ് കനോട്ട് ചേഞ്ച്. സോ യൂഷ്വലി 0 to 9 ആണ് ഡിജിറ്റ്സ് ഇൻ C++. That is, you have 10 digits that is used in C++ program. Next you have special symbols. Special symbols എന്ന് പറയുമ്പോൾ സാധാരണയുള്ള പോലെ percentage, then ampersand, then you have star, hash,
then less than, greater than, ഇതൊക്കെ കീബോർഡ് കീസ് ആണ്, എക്സെപ്റ്റ് ദ ആൽഫബറ്റ് ആൻഡ് ഡിജിറ്റ്സ് ആൻഡ് വൈറ്റ് സ്പേസ് അത് സ്പെഷ്യൽ സിമ്പിൾ. വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലുള്ള സ്പേസ് കീ ഇല്ലേ, അതാണ് വൈറ്റ് സ്പേസസ്. സ്പേസ് കീ അടിക്കുമ്പോൾ ഒരു സ്പേസ് നീങ്ങില്ലേ, ദാറ്റ് ഈസ് കോൾഡ് ദ വൈറ്റ് സ്പേസസ്, ദാറ്റ് ഇസ് എ ബ്ലാങ്ക് സ്പേസസ്. സോ അതെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ, ദാറ്റ് ഇസ് there are 30 special symbols that is used in C++ programming. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് യു ഹാവ് ഹാഷ് ദിസ് തിങ്. ദെൻ വൈറ്റ് സ്പേസസ് എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്പേസ് ആണ്. ദെൻ ഹൊറിസോണ്ടൽ ടാബ് ആണ്. എന്തും നമ്മളൊന്നും ടൈപ്പ് ചെയ്യാണ്ട് യു ഹാവ് സ്പേസ്, അതും ക്യാരക്ടർ സെറ്റിൽ വരുന്നത്. സോ ദ തിങ്സ് കമ്മിങ് ഇൻ ക്യാരക്ടർ സെറ്റ് ആർ ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ആൻഡ് വൈറ്റ് സ്പേസസ്. അതും കൂടി ഒന്നും കൂടി ടേബിൾ ഫോമാറ്റിൽ മെൻഷൻ ചെയ്താണ്. ലെറ്റേഴ്സിൽ അപ്പർ കേസ് ലോവർ കേസ് വരും, ഡിജിറ്റ്സിൽ 0 to 9 വരും, സ്പെഷ്യൽ സിമ്പിൾസിൽ എല്ലാ സിമ്പിൾസും. Then you have white space, blank space, horizontal tab, carriage return, new line and form feed. So in this session we have come across what is character set, how to write a C++ program, what is a structure and all. So basic ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി അതനുസരിച്ച് ഓരോരോ പ്രോഗ്രാം എഴുതാൻ പറ്റും. Basic as a C++ student you should study this Hello World program. So that's all for today. Thank you.